എല്ലാം പൂർത്തിയാക്കി 50,000-ത്തിലധികം രോഗികളെ രജിസ്റ്റർ ചെയ്ത് 5 വർഷം കൊണ്ട് 50 സെന്ററുകളിലേക്ക് പോയ പൂക്കോയ ഹോസ്പിസ് അതിന്റെ പ്രവർത്തനത്തിന്റെ സേവനത്തിന്റെ ഗുണനിലവാരത്തിന്റെ ഏറ്റവും വലിയൊരു സൂചികയായി പലപ്പോഴും നമ്മൾ അടയാളപ്പെടുത്താറുള്ളത് ഈ സേവന പ്രവർത്തനങ്ങൾക്കിടയിൽ മരിച്ചുപോയ മനുഷ്യരെയാണ്. PTHന്റെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ PTHന്റെ സേവനത്തിലേക്ക് സേവനം ആവശ്യമായ ഏറ്റവും അവസാന സമയത്ത് നിൽക്കുന്ന മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള ആ കാര്യങ്ങളും കഴിഞ്ഞ് ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ ഉള്ള ആ ഒരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കും ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വേദനകളും യാതനകളും അനുഭവിക്കുന്ന മനുഷ്യർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യരുടെ വേദന സമൂഹത്തെയാണ് നമ്മൾ ഒരുക്കിക്കൊണ്ടുവന്നത്. അങ്ങനെ ആ മനുഷ്യരുടെ പ്രയാസങ്ങൾ ചേർത്ത് വെച്ചപ്പോ അവരുടെ വേദനകൾക്കൊപ്പം നമ്മൾ നിന്നപ്പോ ആ മനുഷ്യർക്ക് PTHന്റെ സേവനത്തിന്റെ ഗുണനിലവാരത്തിന്റെ ഒരു രോഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കൂടി എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതിൽ പലരും രോഗമില്ലാതെ രക്ഷപ്പെട്ടവരായിരിക്കാം, പലരും രോഗികളായി മാറുന്നവരായിരിക്കാം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് മരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ രുചിക്കുന്ന ഒരു സാധനമാണ്. അതിൽ ആരും ഒഴിവല്ല. പക്ഷെ അങ്ങനെയുള്ള മരണത്തെ നമ്മുടെ വീടുകൾക്ക് അകത്തളങ്ങളിൽ നിന്ന് ഏറ്റവും അഭിമാനത്തോടു കൂടി മരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അതിന്റെ വിഘാതമാവുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ PTHന്റെ സേവനത്തിന്റെ ഗുണനിലവാരത്തിന്റെ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് പലപ്പോഴും ആ രോഗി ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നത്. അങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ICUവിന്റെ ഉള്ളിലേക്കാണ് നമ്മളെ മാറ്റുന്നത്. ആ ICUവിലേക്ക് മാറ്റുമ്പോൾ വ്യത്യസ്തങ്ങളായ മഞ്ഞ വെളിച്ചത്തിന്റെയും ബീപ് ശബ്ദങ്ങളുടെയും നടുവിൽ ഏകാന്തമായി കൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും പങ്കുവെക്കാൻ കഴിയാതെ, നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് അത് പറയാൻ പോലും കഴിയാതെ, ജീവിതത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ട നിലയിൽ ഏകാന്തമായ രീതിയിൽ ഏറ്റവും അന്യമായ ഒരു സാഹചര്യത്തിൽ ലോകത്തോട് വേറെ പറയുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ICUകൾക്കുള്ളിൽ സംഭവിക്കുന്നത്. അവരെന്തായിരുന്നു അവസാന ഘട്ടത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് മരണത്തിന് ശേഷം നമ്മൾ ഒരുപാട് ആലോചിക്കുമ്പോഴും നമുക്കൊന്നും കിട്ടാത്തൊരു സാഹചര്യം. എന്റെ പ്രിയപ്പെട്ടവൻ ആ ആശുപത്രിയുടെ അകത്തളങ്ങളിൽ നിന്ന് മരിച്ചു പോയപ്പോ ഏറ്റവും അവസാനമായി ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊരു പ്രയാസം പിന്നീട് നമ്മുടെ ജീവിതത്തെ അങ്ങനെ നോവിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പ്രയാസങ്ങൾ മുഴുവൻ പരിഹരിക്കുന്ന രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെ പ്രയാസപ്പെടുന്ന മനുഷ്യർ കിടക്കുന്ന വീടുകളിൽ ഏതാണോ, മരണാസന്നരായ മനുഷ്യർ കിടക്കുന്ന വീടുകൾ ഏതാണോ, ആ വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും അവസാന നിമിഷത്തെ മനോഹരമാക്കി മാറ്റുകയാണ്. അവർ മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ പ്രയാസങ്ങളില്ലാതെ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്ന ഒരു പ്രവർത്തനം. അങ്ങനെ 5000-ത്തിലധികം 7000-ഓളം ആളുകൾ മരിച്ചു പോയതിൽ 5000-ത്തിലധികം വരുന്ന മനുഷ്യരും അവരവരുടെ വീടകങ്ങളിൽ കിടന്ന് മരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് പൂക്കോയ ഹോസ്പിസ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഏറ്റവും മനോഹരമായി ചെയ്തു കാണിച്ച ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ആ